അങ്ങനെയാണത്രേ ദേവി കൈലാസത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മന്ത്രം പെട്ടെന്ന് ജപിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാത്ത മന്ത്രമാവണം. ഭഗവതി അനുഭവിക്കുന്ന വേറൊരു പ്രശ്നം, ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ദേവതയാണ് ശിവൻ. നമുക്കിപ്പോഴും അടി കഴിഞ്ഞിട്ടില്ല, ശിവനാണോ വിഷ്ണുവാണോ വലുത്. കൈലാസനാഥന്റെ ഫാൻസ് ഒരു ഭാഗത്ത്, മഹാഭാരതത്തിന്റെ ഫാൻസ് വേറൊരു ഭാഗത്ത്. രണ്ടുപേരും തമ്മിൽ അടിയാണ്. ശിവനാണോ വിഷ്ണുവാണോ? ആ അമ്മയുടെ ആ സ്വഭാവത്തിന് കാരണം, ആ അമ്മയെ നമുക്ക് കിട്ടാൻ കാരണം ആത്മീയമായിട്ട് മഹാദേവനാട്ടോ. പറഞ്ഞില്ലെന്ന് കണ്ടോ? ദാരികനെ വധിച്ച് ദാരികന്റെ ശിരസുമായിട്ട് കൈലാസത്തിലേക്ക് പോകുന്ന ഭഗവതി തന്റെ അച്ഛന് കാണിച്ചു കൊടുക്കണു, അച്ഛാ അങ്ങ് ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു. മുടിയിട്ട് നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ അതൊക്കെ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു, ഞാനത് കംപ്ലീറ്റ് ചെയ്തു, എന്റെ അവതാരം പൂർത്തിയായി. അച്ഛാ എന്നെ ഒന്ന് നോക്കൂ, ഞാൻ കറുത്തവളാണ്, വിരൂപയാണ്. ഇപ്പൊ പോരാത്തതിന് മനോദരി എന്ന് പറഞ്ഞ ദാരികന്റെ ഭാര്യയുടെ ഇടപെടലുകൊണ്ട് എന്റെ മുഖത്ത് മുഴുവൻ വസൂരിക്കുത്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറിയവളാണ്. അമ്മയ്ക്ക് അധികം ഹൈറ്റ് ഇല്ല, അമ്മ ചെറുതാന്നാ പറയാ. കളി ഭ്രംഷ്ടയുണ്ട്. എപ്പോഴും രക്തമൊക്കെയാണ് എനിക്ക് താല്പര്യം. ഭൂതപ്രേത പിശാചുകളാണ് എന്റെ കൂടെ സഞ്ചരിക്കുന്നവർ. ഇങ്ങനെയുള്ള എന്നെ ആരാധിക്കും അച്ഛാ? എന്നെ നോക്കാൻ ആരെങ്കിലും ഉണ്ടാവും? എന്നെ കാണുമ്പോൾ ആളുകളൊക്കെ ഭയന്ന് ഓടിക്കൊണ്ടിരിക്കും. കളമ്പാട്ടിൽ നിങ്ങൾ നോക്കിയാൽ, വള്ളുവനാട്ടിലൊക്കെ നടക്കുന്ന കളമ്പാട്ട് ഭാഗത്തിൽ നിങ്ങൾക്ക് കാണാം, ഭദ്രകാളുടെ വാഹനം എന്താ? പറയൂ, ഭദ്രകാളുടെ വാഹനം എന്താ? സിംഹാണെന്ന് പറയരുതേ, സിംഹവും പുലിയൊന്നുമല്ല, വേതാളകണ്ഠ സ്ഥിത അല്ലേ? അപ്പൊ നേരത്തെ ഇവിടെ പാടിയപ്പോഴും നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. വേതാളത്തിന്റെ പുറത്ത് കയറിയിട്ടാണ് അമ്മ വരുന്നത്. വേതാളാണ് വാഹനം. കളമ്പാട്ടിന്റെ രസകരമായിട്ട് ഇതൊക്കെ നമ്മുടെ ഗ്രാമീണ ആരാധനയിൽപ്പെട്ടതാട്ടോ. അതുകൊണ്ട് ഇത്തിരി തമാശയൊക്കെ അതിലുണ്ടാവും. പെട്ടെന്ന് കണക്ട് ആവാൻ വേണ്ടിയിട്ടാണ് തമാശകളൊക്കെ ആചാര്യന്മാർ എഴുതി വെച്ചത്. ദേവിയുടെ അവതാരം ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നുണ്ടായ സമയത്ത് ദേവി പറഞ്ഞു, ദാരികനെ കൊല്ലാൻ പോയാൽ എനിക്ക് വണ്ടി വേണം, പോണ്ടേ, വാഹനം വേണം എന്ന് പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് വേതാളം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതിനെ വാഹനമായിക്കോളും. അപ്പൊ ദേവി വിന്ധ്യപർവ്വതത്തിന്റെ അടുത്ത് പോയപ്പോ വേതാളം അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ദേവി വേതാളത്തിനെ വിളിച്ചെണീപ്പിച്ചു. വേതാളം എണീക്ക് എന്ന് പറഞ്ഞിട്ട്. കളമ്പാട്ട് രസകരമായിട്ട് പറയും, വേതാളം കണ്ണു തുറന്നു നോക്കിയപ്പോ ദേവിയെ കണ്ട് ഭയന്ന് വേതാളം ഓടിയിത്ര, വേതാളത്തിനെ കണ്ട് ഭയന്ന് ദേവി 2 വയസ്സേക്ക് ഓടി. അത്ര ഭംഗിയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇവളെയാണല്ലോ ഞാൻ ചുമക്കേണ്ടതെന്ന് പറഞ്ഞാത്ര കഴുത്ത് നീട്ടിക്കൊടുത്തു. ഇതൊക്കെ രസകരമായുള്ള നാടൻ കഥകളാ. അങ്ങനെ ആ വേതാളത്തിന്റെ പുറത്ത് കയറിയിട്ടാ അമ്മ ദാരികനെ വധിക്കുന്നത്. വേതാള കണ്ഠസ്ഥിത എന്ന് അമ്മയെ വിളിക്കുന്നത് നമ്മൾ ശാസ്താവത്തിൽ. അങ്ങനെയാണ് അമ്മയുടെ ഒരു അവതാര ഉദ്ദേശം പൂർത്തിയായി. വേതാളത്തിനെയും കൊണ്ട് കൈലാസത്തിൽ വന്ന് അച്ഛനോട് ചോദിച്ചു, ഇനി എന്നെ ആര് പൂജിക്കും? ഭഗവാനാണ്, മഹാദേവനാണ് പറയുന്നത്, തെക്കുള്ള നാട്ടിലേക്ക് പോകണം. തെക്കുള്ള നാട്ടിലുള്ള ആൾക്കാർ നിന്നെ കണ്ടാ ഭയക്കില്ല, അവര് നിനക്ക് വേണ്ട അനുഷ്ഠാന കർമ്മങ്ങൾ കൊല്ലം തന്നോളും. കളമ്പാട്ടിൽ പറയാ, നീ തെക്കിലേക്ക് പോവും, മലയാള ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. അവര് വർഷത്തിലൊരിക്കൽ 108 കാല് പന്തലിട്ട് 5 വർണ്ണ പൊടി കൊണ്ട് നിന്റെ കളം എഴുതി പാട്ടുപാടി നൃത്തം ചെയ്ത് നേദ്യം തന്ന് നിന്നെ സന്തോഷിപ്പിക്കുന്നു. അതിന് പറ്റാത്ത ആൾക്കാര് 54 കാല് പന്തലിട്ട് ഈ ഏർപ്പാട് ചെയ്യും. അതിനും പറ്റാത്ത ആൾക്കാര് 32 കാല് പന്തലിട്ട്, അതിനും പറ്റാത്തവര് 16, 8, 1 കൊള്ളാത്ത ആൾക്കാര് 4 കാല് പന്തലിട്ട് അതിന്റെ താഴെ 5 വർണ്ണപ്പൊടി കൊണ്ട് നിന്റെ കളം എഴുതി വർഷത്തിലൊരിക്കൽ പാട്ട് നടത്തി നിന്നെ സന്തോഷിപ്പിക്കും. ഇതാരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞല്ല, മഹാദേവൻ പറഞ്ഞാണ്. അങ്ങനെയാണത്രേ ദേവി കൈലാസത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്നത്. അമ്മയെ നമുക്ക് തന്നത് ആ അമ്മയുടെ അച്ഛനാണ്, സാക്ഷാൽ മഹാദേവൻ. പക്ഷെ ഭഗവാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ ഉള്ള ആൾക്കാർ നിന്നെ ഭയക്കില്ല, മറിച്ച് നിന്നെ ആരാധിക്കുന്നു. ഇന്ന് മലയാളികളോട് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ നിന്ന് വിറക്കിയാണ്. സ്വന്തം അമ്മയെ ഭയത്തോടു കൂടി കാണുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറി. ഈ അമ്മമാർക്ക് അത് പെട്ടെന്ന് പറഞ്ഞാൽ കണക്ട് ആവും. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടി പുറത്തിരുന്ന് കളിക്കുമ്പോൾ ആ കുട്ടി എടുക്കാനായിട്ട് നിങ്ങൾ ഓടുമ്പോൾ ആ കുട്ടി നിങ്ങളെ പേടിച്ച് ഓടിയിട്ട് അതിന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് ഇക്ക് അമ്മയെ പേടിയെന്ന് പറഞ്ഞ നിങ്ങളുടെ അവസ്ഥ എന്താ? പേരുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടുണ്ടാവും.
അപ്പൊ ദേവിയെ ഭയമാണെന്ന് പറയുമ്പോൾ നമുക്കുള്ള ഭയത്തേക്കാൾ സങ്കടപ്പെടുന്നത് ആ ഘോരമുദ്രിക്കുന്ന അമ്മയാണ്. ദയവായിട്ട് അമ്മയെ ഭയക്കാതിരിക്കുക. കാരണം എല്ലാ ഭയങ്ങളും മാറ്റുന്ന ആ മഹാദേവന്റെ മകളാണ് അവൾ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കീർത്തനം നിങ്ങൾക്ക് വേണ്ടി വൈഷ്ണവ് വായിച്ചു തരും. ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആ മന്ത്രം നമഃശിവായ എന്ന് വിളിക്കപ്പെടുന്ന മന്ത്രം, പഞ്ചാക്ഷരം. ദയവായിട്ട് നമ്മുടെ അടുത്ത തലമുറയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മന്ത്രം പെട്ടെന്ന് ജപിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാത്ത മന്ത്രമാവണം നമഃശിവായ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ട് നാമം ചൊല്ലു കുട്ടികളെന്ന് പറയുകയേ ചെയ്തിട്ടില്ല, പകരം പറഞ്ഞിരുന്നത് നമഃശിവായ ചൊല്ലു കുട്ടികളെ എന്നാണ്. നമഃശിവായ ചൊല്ലി വളരാൻ പഠിപ്പിച്ചൊരു ജനത നമുക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ മഹാദേവനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ആ ഭഗവതിയെ കേരളത്തിന് തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട്